ഒരേ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുന്ന ആളാട്ടോ ഞാൻ. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് മാറ്റി പിടിച്ചതാണ്. ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ആ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം ട്ടോ. എല്ലാവരും ഒന്ന് പറ്റി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഇതിന് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് ട്ടോ. പിന്നെ ഒരു 3, 4 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, കാഷ്നട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഒരു കളറിനായിട്ട് നമ്മുടെ മല്ലിയില, പുതിനയിലയാട്ടോ എടുത്തത്. ഇതൊക്കെ കൂടി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ സവാള ഫുൾ എടുത്തില്ല, കുറച്ചാട്ടോ എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് ആവശ്യം വരും മാറ്റി വെക്കാം. അപ്പൊ ഇത് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് യോഗേട്ട് ഇട്ടിട്ടുണ്ട്. യോഗേട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഒന്ന് അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കാഷ്നട്ട് ഇട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് അത് നമ്മുടെ ചിക്കനിലേക്ക് ഒന്നൊഴിച്ച് മാറ്റി വയ്ക്കുക. നന്നായിട്ടൊന്ന് മാഗ്നറ്റ് ആവണ സമയം കൂടെ നമുക്കിന്ന് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാം. വറ്റൽമുളകും, പെരുംജീരകവും, മല്ലിയും, കുരുമുളകും, പിന്നെ ബേ ലീഫും ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ടത് നല്ലൊരു കളറൊക്കെ ആയി കഴിയുമ്പോൾ അതെടുത്ത് പൊടിക്കുക. നന്നായിട്ട് പൊടിക്കണേ, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. പൊടിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് മാറ്റി വെക്കണം. ഇതുപോലെ ഒന്ന് പൊടിച്ച് കിട്ടണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയായിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ ബാക്കി പരിപാടി നോക്കാം. ചീന ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ, ആ സവാള ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവണ വരെ. ഇതുപോലെ ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ പച്ചപ്പൊടി ഒന്ന് മാറ്റിയെടുക്കുക. അത് പച്ചപ്പൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ച തക്കാളി ഉണ്ടല്ലോ, ഒരു തക്കാളി, ആ തക്കാളി നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞത് ചുമ്മാ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇതിനകത്തേക്ക് നമ്മുടെ ചിക്കനും ആ മസാലയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചൊരു 10-20 മിനിറ്റ് വേവിക്കുക. വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഇരിക്കുക കളറൊക്കെ. അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല, അതേപോലെ നമ്മൾ പൊടിച്ചു വെച്ച നമ്മുടെ സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ബാക്കി കൂടി ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ഒരു 10 മിനിറ്റും കൂടി ഇനി വെച്ചാൽ മതി. അപ്പോൾ മസാലയും പിടിക്കും, നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണ്ടേ. നമ്മൾ നോർമലി കറി ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് പച്ചക്കറിയിൽ വിട്ട് നല്ല ടേസ്റ്റ് അല്ലേ. ഇതുപോലെ കിട്ടി കറി ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിചാരിച്ചതിനേക്കാളും നോർമലി എപ്പോഴും ഉണ്ടാക്കുന്നേക്കാളും ഒരു വെറൈറ്റിയാണ്. എന്തിൻ്റെ കൂടെയും കൂട്ടാൻ, ചപ്പാത്തിയുടെ കൂടെയോ റൈസിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടാവേ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറും നമ്മുടെ ചിക്കൻ കറിയും ഒരു സാലഡും കൂട്ടി ഒരു പിടുത്തം പിടിച്ച എന്താ ടേസ്റ്റ് എന്നറിയാവോ. സൂപ്പർ.